നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സർക്കാർ കഴിഞ്ഞ മാസം പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായിരുന്നു പെൻഷൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ 2 ദിവസമായി നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു അപേക്ഷ ഫോം വരുന്നുണ്ട്. അപേക്ഷ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കാനാണ് സർക്കാർ പറഞ്ഞിരുന്നതെന്നാണ് ഈ വീഡിയോസിലും മറ്റു കാര്യങ്ങളിലും പറഞ്ഞിരുന്നത്. ആ ഫോമിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ ഫോം ഇപ്പോൾ നിലവിലുണ്ടോ? ഈ ഫോം പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള പെൻഷൻ ലഭിക്കുന്ന ഒരു ഫോമും ഇപ്പോൾ സർക്കാർ തലത്തിൽ നൽകിയിട്ടില്ല. ഇപ്പോൾ സർക്കാർ പറയുന്നത് സ്മാർട്ട് വഴി ആയിരിക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഓഫ്ലൈൻ ഫോം ഇതിനുമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിലെല്ലാം ഈ ഫോം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളാണ് ഇങ്ങനെയുള്ള ഫോം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഈ ഫോമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഫോമുകളില്ല എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോം സർക്കാർ തലത്തിൽ ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ ഏത് അപേക്ഷാ ഫോമുകളും ഇപ്പോൾ സ്മാർട്ട് വഴി ആയിരിക്കും അപേക്ഷ സമർപ്പിക്കുക. ഇതിനും അങ്ങനെ തന്നെയായിരിക്കും. ഏതായാലും പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഫോമുകളും മറ്റു കാര്യങ്ങളും സർക്കാർ ഇറക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും സർക്കാർ ഇറക്കുകയുള്ളൂ. ഈ ഒരു ഫോമുമായി ആരും പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഫോം വ്യാജമാണെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റന്നാൾ മുതലായിരിക്കും നമുക്ക് നവംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കുക. 3600 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോഴും വിധവാ പെൻഷൻ വാങ്ങാത്ത ഒരുപാട് ആളുകൾ, വിധവാ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകൾ അവർ സത്യാവന നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം. ഈ സത്യവാങ്മൂലം നൽകാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.